നമസ്കാരം, ഞാൻ ജയപ്രഭ. തിരുവൈരാണിക്കുളത്തെ മഹാദേവന്റെ ശ്രീ പാർവതി ദേവിയുടെ അതിവിശേഷമായിട്ടുള്ള തിരുവാതിരക്കാലത്തിനെ പറ്റി സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതുവരെ അമ്പലത്തിൽ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഉടനെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാലും ആ അമ്പലത്തിന്റെ മഹത്തരം അത്രയും പ്രശസ്തമാണ്, പ്രസിദ്ധമാണ്, അത്രയും ഉള്ളതും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് ഈ വീഡിയോ കാണുന്ന എല്ലാവരിലും അത് എത്തട്ടെ എന്നും കൂടി വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ പങ്കുവെക്കുകയാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത, തിരുവൈരാണിക്കുളത്തെ ദേവിയുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാദേവി സാക്ഷാൽ ശ്രീ പാർവതി ദേവി ഭഗവാന് പായസം അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള നിവേദ്യം സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുന്ന അമ്പലം നമ്മുടെ തിരുവൈരാണിക്കുളം അമ്പലം. സാധാരണ നമുക്കറിയാം, ഭഗവതി തന്നെയാണ് അന്നപൂർണേശ്വരി എന്ന്. തിരുവൈരാണിക്കുളത്ത് ശരിക്കും നേരിട്ട് ഭഗവതി വന്നിട്ട് മഹാദേവന് തന്നെ ഒരു നിവേദ്യം അർപ്പിക്കുന്നു എന്നാണ് പറയാറുള്ളത്. അകലൂർ മന നമ്മൾ കേട്ടിട്ടുണ്ടാവും. അകലൂർ, അണ്ടലാടി എന്നൊക്കെ പറഞ്ഞിട്ട് തന്ത്രമുള്ള കുടുംബക്കാരുണ്ട്. ഈ അകലൂർ മനക്കാരുടെ പരദേവതയായിരുന്നു അത്ര ഐരാണിക്കുളത്തപ്പൻ. അത് തൃശ്ശൂരാണ്. അങ്ങനെ ചില തർക്കങ്ങളൊക്കെ കൊണ്ടിട്ട് ഈ തിരുമേനിക്ക് ഈ ഇല്ലം മൊത്തമായിട്ട് ഇപ്പോഴത്തെ തിരുവൈരാണിക്കുളം നിൽക്കുന്ന സ്ഥലത്തേക്ക് പോവേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് പരദേവതയാണ്. പരദേവതയെ പോയിട്ട് തിങ്കൾ ഭജനോ അല്ലെങ്കിൽ മാസത്തൊക്കെ പോയി ഭജിക്കേണ്ട ആവശ്യമാണല്ലോ. അങ്ങനെ പോകുന്ന സമയത്ത് തിരുമേനിക്ക് പ്രായം കൂടി വന്നു തുടങ്ങി. അങ്ങനെ എപ്പോഴും പോയി തൊഴാൻ പറ്റാത്ത അവസ്ഥയും. ആ സമയത്താണ് അകവൂർ ചാത്തൻ, നമ്മുടെ പറയപ്പെട്ട പന്തീരകുലത്തിലെ പാക്കനാരുടെയും അതുപോലെ തന്നെ നമ്മുടെ മേഴത്തൂർ അഗ്നിഹോത്രി തൊട്ടിട്ടുള്ള പറയപ്പെട്ട പന്തീരകുലത്തിലെ അകവൂർ ചാത്തൻ, നമുക്കറിയാം പരിഭ്രമത്തെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ അകവൂർ ചാത്തൻ ഈ തിരുമേനിയുടെ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുണ്ട് മനയിൽ വരുന്നത്. പിന്നീട് മനയിൽ ഒരു കാര്യസ്ഥൻ തന്നെ പോലെ അകവൂർ ചാത്തൻ മാറി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ തിരുമേനിയുടെ വിഷമം കണ്ടിട്ടുള്ള ചാത്തൻ ഒരു കരിങ്കല്ല് കൊണ്ടുള്ള ഒരു തോണി ഉണ്ടാക്കിയിത്രേ. പിന്നീട് ആ യാത്ര മൊത്തം ജലമാർഗം അങ്ങനെയാണ് ഐരാണിക്കുളത്ത് വന്നതെന്നാണ് പറയാം. അങ്ങനെ ഒരു ദിവസം ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് തിരുമേനി പറയാണ്, ഇനി പ്രായമായി, ഇനി ഇപ്പോഴും അങ്ങേ കാണാൻ പറ്റിയെന്ന് വരില്ല, ഞാൻ എന്താ ചെയ്യുക, അങ്ങേ കാണാതെ ഒരു ദിവസം ഓർമ്മ വെച്ച നാൾ തൊട്ടിട്ട് ഉണ്ടായിട്ടില്ല. ഇപ്പൊ കുറച്ച് മുടക്കം വന്നെങ്കിലും ഞാൻ ഓടി വരാറുണ്ട് പറ്റുമ്പോൾ, ഇനിയിപ്പോൾ അത് പറ്റുമെന്ന് തോന്നണില്ല തിരുമനസ്സേന്ന് പ്രാർത്ഥിച്ചു അത്രേ. തിരിച്ച് ഇതേപോലെ തന്നെ അന്നത്തെ കാലത്ത് ഓലക്കൂട എടുക്കുമല്ലോ ഇവര്. ഞാൻ ഓലക്കൂട പൊങ്ങിച്ചപ്പോൾ നല്ലൊരു ഭാരം തോന്നി ഇത്രേ. ഞാൻ തിരുമേനി അതെടുത്തിട്ട് ചാത്തന്റെ കൂടെ തിരിച്ച് ഇല്ലത്തേക്ക് മടങ്ങണ സമയത്ത് ഇദ്ദേഹത്തിന് ഒരു മൂത്രശങ്ക തോന്നി എന്നാണ് പറയാ ഈ നമ്മുടെ തിരുമേനിക്ക്. അങ്ങനെ തോണി കരക്കടുപ്പിച്ചിട്ട് വീടെത്തുന്നതിന് കുറച്ചു മുന്നേ അവിടെ പോയിട്ട് മൂത്രശങ്കയൊക്കെ കഴുകി കുളിച്ച് വന്നിട്ട് ഇതേപോലെ തന്നെ ഓലക്കൂടെ എടുക്കാൻ നോക്കുമ്പോൾ ഓലക്കൂടെ പഴയ ഓലക്കൂടെ പോലെ തന്നെ ഭാരമൊന്നും ഇല്ലാതെ വന്നു അത്ര. എന്നാൽ ശരീരം പറഞ്ഞിട്ട് തിരുമേനി ചാത്തൻ പറഞ്ഞു തിരുമേനി പോന്നോളൂ എന്ന് പറഞ്ഞു. രണ്ടും ചാത്തൻ കണ്ടതാണ്. തിരുമേനി വീട്ടിലേക്ക് പോവാന്ന് ചാത്തൻ പറയലും ഈ തിരുമേനി അതേപോലെ തന്നെ ചാത്തന്റെ കൂടെ അടുത്ത കടവെത്തുമ്പോഴേക്കും വീടെത്തി. അങ്ങനെ വീടെത്തിയപ്പോൾ തിരുമേനി ഇല്ലത്തേക്ക് പോകുമ്പോഴേക്കും ചാത്തൻ ഈ കരിങ്കല്ലിന്റെ തോണി മറിച്ചിട്ടു. അതായത് ഇനി അതിന്റെ ഒരു ഉപയോഗമില്ല. സാധാരണ ഐരാണിക്കുളത്ത് പോകാനാണല്ലോ ഇത് എടുക്കണത്, ഇനി അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയാം. അപ്പോൾ തിരുമേനി ചോദിച്ചു, അതെന്താ അങ്ങനെ? ചാത്തൻ പറഞ്ഞു, നീ ആ തിരുമേനിക്ക് അത് മനസ്സിലായിക്കോളുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അവിടെ പുല്ലരിയാൻ വന്ന ഒരു ഗോത്ര യുവതി ഈ കല്ലിന് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഈ അവിടെ കണ്ടൊരു കല്ലിൽ ഇങ്ങനെ തൻ്റെ കത്തി ഇങ്ങനെ മൂർച്ച കൂട്ടുമ്പോൾ അതൊന്ന് ചോര വന്നു അത്ര കല്ലിന്ന്. ഈ കുട്ടി ഇത് കണ്ട് പരിഭ്രാന്തിയായിട്ട് പെട്ടെന്ന് ഓടിപ്പോയ സമയത്ത് കുറച്ച് പോയപ്പോഴേക്കും ഈ കുട്ടിക്ക് മോക്ഷപ്രാപ്തി ലഭിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പിന്നീട് അത് പ്രശ്നം വെച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഐരാണിക്കുളത്ത് നിന്ന് ഭഗവാൻ ഓലക്കൊടയില് തിരുവൈരാണിക്കുളത്തേക്ക്, ഇപ്പോഴത്തെ തിരുവൈരാണിക്കുളത്തേക്ക് അകലൂർ തിരുമേനിയുടെ കൂടെയും അകവൂർ ചാത്തന്റെ കൂടെയും വന്നൂത്രേ. അങ്ങനെയാണ് ഇപ്പോഴത്തെ തിരുവൈരാണിക്കുളത്തിലേക്ക് ഭഗവാൻ വരല്. പിന്നീട് തിരുമേനി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആചാരപ്രകാരം ഒരു ക്ഷേത്രം സ്ഥാപിച്ചിട്ട് ആ ഭഗവാനെ അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ അങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ ഒരു തിടപ്പള്ളിയൊക്കെ മേൽനോട്ടം വഹിക്കണം തിരുമേനിക്ക് തോന്നണേ. കറക്റ്റ് എന്നും മാറ്റി വെക്കുന്ന ഒരു അളവ് അരിക്ക് കുറയേണ്ടത്. നോക്കുമ്പോൾ അതൊരു ഏകദേശം ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന പായസത്തിന്റെ അളവാണ് കുറയണത്. മറ്റു സാധനങ്ങളും പോകുന്നത്.
അപ്പൊ പിന്നീട് നോക്കുമ്പോൾ പിടിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല സ്വയം അവിടെ പായസം കുറച്ച് കൂടി നിൽക്കണ പോലെ പായസം ഉണ്ടായി അവിടെ വെച്ച പോലെ തോന്നുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹത്തിന് അത് മനസ്സിലായത്, സാക്ഷാൽ ശ്രീ പാർവതി ദേവി ആ അന്നപൂർണേശ്വരി വന്നിട്ട് ഭഗവാൻ അവിടെ നിന്നും വന്നിട്ട് പായസം നിവേദിക്കുന്നതെന്ന്. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം നിന്നു. അങ്ങനെ തിടപ്പള്ളി ആ സമയത്ത് അദ്ദേഹം അടച്ചിടാറാ പതിവ്. കാരണം അവര് ഭാര്യ ഭർത്താവ് എന്താ ചെയ്തോട്ടെ, ഞാൻ മാറി നിൽക്കാം, അവരുണ്ടാക്കിയോ കൊടുക്കുകയോ ആയിക്കോട്ടെ, ഞാൻ ശല്യത്തിന് വരുന്നില്ല എന്ന് ഉദ്ദേശിച്ചിട്ട് മാറി നിൽക്കും. അന്ന് വേറൊരു കാര്യക്കാരന് ഇത് മനസ്സിലായി ഏകദേശം. അപ്പൊ ഇത് സത്യമാണെന്ന് പുള്ളിക്കൊരു ഡൗട്ട് തോന്നി. അപ്പൊ ഇതേപോലെ തന്നെ വേറൊരു തിരുമേനി വന്നിട്ട് ആ അടച്ചിട്ടുള്ള തിടപ്പള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒളിഞ്ഞു നോക്കി, ഒന്ന് മാറിയിട്ട് ഇത് ദേവി കണ്ടുപിടിക്കുകയും ചെയ്തു. നോക്കുമ്പോൾ ദേവി നല്ല സുന്ദരിയായിട്ട് സർവാഭരണ വിഭൂഷിതയായിട്ട് ഒക്കെ ചെയ്ത് ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദേഷ്യം ഈ തുറന്നത്. അപ്പോഴേക്കും ഇദ്ദേഹത്തിന് വലിയ ഇത് തോന്നി. അപ്പോഴേക്കും ദേവിക്ക് ദേഷ്യം വന്നു. കാരണം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതും രഹസ്യമാക്കി വെച്ചുകൊണ്ടിരുന്ന സാധനമാണ്, അതിങ്ങനെ തുറന്നു നോക്കിച്ച മര്യാദയാണോ? ദേവിക്ക് നല്ല ദേഷ്യം വരികയും ഞാൻ ഇവിടുന്ന് പോവാണെങ്കിൽ ഞങ്ങട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോഴേക്കും അത് നന്നായി, ശക്തി ഇല്ലെങ്കിൽ പിന്നെ അവിടെ ശിവൻ നിൽക്കുവോ? അപ്പൊ അമ്പലം തന്നെ ഇതാവില്ല. അപ്പോഴേക്കും ആ തിരുമേനെ സമസ്താപരാധം പറഞ്ഞ് കാല് പിടിച്ചു. അരുതേ, ഇനി ചെയ്യരുതേ, ഇനി പോവരുതേ, ഞങ്ങൾ അനാഥരായി പോവുകയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അമ്മയാണല്ലോ മനസ്സലിഞ്ഞു. എന്നാ ശരി, ഞാൻ വർഷത്തിലെ എല്ലാ തിരുവാതിരക്കാലവും ഇവിടേക്ക് വരാം. ആ ധനുമാസത്തിലെ എൻ്റെ ഭർത്താവിൻ്റെ പിറന്നാളായിട്ടുള്ള തിരുവാതിര തൊട്ടിട്ട് വരുന്ന 12 ദിവസം എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും. അപ്പൊ ശരി എന്ന് പറഞ്ഞിട്ട് ദേവി അപ്രത്യക്ഷമാവുകയും ചെയ്തു അത്രേ. അതിനുശേഷം തിരുവാതിര കാലത്ത് മാത്രമേ ഭഗവതിയുടെ നട തുറക്കൂ എന്നാണ് പറയാ. ആ തിരുവാതിര തൊട്ടിട്ടുള്ള 12 ദിവസം തിരുവൈരാണിക്കുളം നട തുറപ്പ് വലിയ കേമാണ്, നല്ല തിരക്കും ഉണ്ടാവാറുണ്ട്, വലിയ കേമാണ്. അങ്ങനെയുള്ളപ്പോൾ പാർവതി ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ദേവി എല്ലാവരും പറയുന്ന കാര്യം മംഗല്യഭാഗ്യം തരാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല നന്ദിക്കും പാർവതി ദേവിക്കും മാത്രമാണ് ഇത്ര കറക്റ്റ് ശിവനോട് എന്തെങ്കിലും പറഞ്ഞ നിവേദനം സമർപ്പിച്ചിട്ട് ചെയ്യിക്കാനുള്ള കഴിവ്. അതിപ്പോ നന്ദി എന്ന് വെച്ചാൽ അത്ര വിശ്വസ്തനായിട്ടുള്ള ഒരാളല്ലേ. നന്ദി പറഞ്ഞ നന്ദി വേണ്ടാത്തതിനൊന്നും കൂട്ടു നിൽക്കില്ല. നന്ദി കാര്യം പറഞ്ഞാൽ മഹാദേവൻ കേൾക്കുത്ര. അതുപോലെ തന്നെയാണ് പാർവതി ദേവി പറയുന്നത്. പാർവതി ദേവി ഭാര്യയാണ്. ഭാര്യ എന്തൊക്കെ പറഞ്ഞാലും അത് മഹാദേവൻ ഉമാമഹേശ്വരനാണ്, അർദ്ധനാരീശ്വരനാണ്. ഉമ പറയുന്നത് തട്ടുന്ന ആളല്ല മഹേശ്വരൻ, അതും അദ്ദേഹം കേൾക്കും എന്നാണ് പറയാ. അച്ഛനൊക്കെ പറയാറുണ്ട്, വടക്കുനാഥനെ തൊഴാൻ വേണ്ടിയിട്ട് 2 ഇതിൽ കയറാറ് നടക്കില്ല. അതിൽ ഒരു ഇതിൽ കയറാച്ച ആദ്യം പാർവതിയുടെ നടക്കില്ല അത്ര കരുത. അപ്പൊ പാർവതി ദേവിയുടെ കാര്യം ആദ്യം പറഞ്ഞിട്ട് രണ്ടാമത് പോയിട്ട് മഹേശ്വരനോട് പറയാച്ചാൽ കുറച്ചും കൂടി എളുപ്പം നടക്കത്രേ. അതായത് രാത്രി പാർവതി ദേവി ഓർമ്മിപ്പിക്കുന്ന മഹാദേവനോട്, ഇന്ന് ഈ കുട്ടി വന്നിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞില്ല, അതിനിപ്പോ എന്താ തീരുമാനം ദേവി ചോദിക്കത്രേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു എളുപ്പ വഴിയാണ് പാർവതി ദേവിയോട് കണ്ടിട്ട് കാര്യം പറയാം, ദേവി നോക്കിക്കോളും ഏക്കയച്ചാല്. അപ്പോൾ അതിനും ഏറ്റവും മഹത്തായിട്ടുള്ള ക്ഷേത്രം തന്നെയാണ് തിരുവൈരാണിക്കുളം എന്ന് പറയുന്നത്. ഇനി ഈ സമയത്ത് കഴിപ്പിക്കാൻ പറ്റുന്ന ഭഗവതിക്ക് പ്രിയപ്പെട്ട വഴിപാടുകൾ. തിരുവൈരാണിക്കുളത്ത് ഭഗവതിയുടെ നട മാത്രമാണ് ഈ ഒരു സമയത്ത് തുറക്കാൻ. ശിവക്ഷേത്രം എപ്പോഴും തുറന്നിട്ട് തന്നെ ഉണ്ടാവും. എപ്പോഴും എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നിത്യപൂജയുള്ള ക്ഷേത്രം തന്നെയാണ്. അപ്പൊ അവിടെ ഭഗവാൻ ശിവന് ധാര, മൃത്യുഞ്ജയ ഹോമം, അതുപോലെ തന്നെ രോഗ പരിഹാരത്തിനായിട്ടുള്ള പുഷ്പാഞ്ജലി, ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ. ഇനി ഭഗവതിക്കുള്ള വഴിപാടുകൾ അത് ഈ വർഷത്തിലെ 12 ദിവസമാണ് അവിടെ നടക്കുക. പ്രധാനമായിട്ടും ദേവിക്ക് താമരപ്പൂ ചാർത്തുക, അതുപോലെ തന്നെ പട്ട്, താലി, അതുപോലെ തന്നെ കുങ്കുമം, മഞ്ഞള്, ഇതെല്ലാം കൂടിയിട്ട് സമർപ്പിക്കുക. പട്ടും താലിയും സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ ചൊവ്വലൂർ അമ്പലത്തിലൊക്കെ ഉണ്ടത് തിരുവാതിരക്കാലത്ത്. അതുപോലെ തന്നെ വെറ്റിലെ മടക്കി, ഇതെല്ലാം കൂടിയിട്ടാണ് ആ ഒരു ഇത് കിട്ടുക. അത് ദേവിക്ക് സമർപ്പിക്കുന്നത് വളരെ, നിങ്ങൾക്ക് കല്യാണം കഴിയാത്തവരാണെങ്കിൽ നല്ല അനുരൂപനായിട്ടുള്ള ഭർത്താവിന് കിട്ടുകയും, അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞവർക്കാണെങ്കിൽ ദീർഘ സുമംഗലികളായിട്ട് അവർ ഇരിക്കാനും സാധിക്കും എന്നാണ് പറയാറുള്ളത്. കാരണം ഒരു അമ്മയ്ക്ക് അറിയാലോ, ഒരു സ്ത്രീക്ക് സ്ത്രീയുടെ മനസ്സ് മനസ്സിലാവും എന്നാണ് പറയാറ്. ദേവിക്ക് അത് മനസ്സിലാവും. അതുപോലെ തന്നെ കേട്ടിട്ടില്ലേ തിരുമാന്താംകുന്നിലെ മംഗല്യ പൂജ? അത് ശരിക്കും തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രമാണെങ്കിലും അവിടെ മംഗല്യ പൂജ നടത്തുന്നത് ഗണപതിക്കാണ്. ഞാൻ 1, 2, 3 തവണത്തെ അടുപ്പിച്ചാണ് മംഗല്യ പൂജ കഴിക്കേണ്ടത്. ആദ്യത്തെ ശരിക്കും പറഞ്ഞാൽ ആ 3 മംഗല്യ പൂജകളിൽ നടക്കുന്നതിൻ്റെ ഉള്ളിൽ കല്യാണം കഴിയുന്നതാണ് വിശ്വാസം.
അല്ലെങ്കിൽ പിന്നെ എന്തോ വലിയ ദോഷം അവർക്കുണ്ടെന്നാണ്, പിന്നെ അതിനെ പരിഹാരം ചെയ്തിട്ട് വരിക. അല്ലാതെ സാധാരണ മംഗല്യയോഗമുള്ള ആൾക്കാർക്ക് കുറേ നാളായിട്ട് താമസം ഉണ്ടെങ്കിൽ അവിടെ മംഗല്യ പൂജ തിരുമാന്താംകുന്നിൽ കഴിച്ച ഫലം ഉണ്ടാവും തന്നെയാണ് പറയാറുള്ളത്. അതൊരു വേറെ ദിവസത്തെ ആയിട്ടൊരു എപ്പിസോഡായിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ, അവിടെ എന്താ ചെയ്യേണ്ടതുള്ളത്. ഇതിൽ തിരുവൈരാണിക്കുളത്തിന്റെ കാര്യം വരുമ്പോൾ തന്നെ ബാക്കി ദേവിക്ക് ചേർക്കേണ്ടത് ഇണ വസ്ത്രം സമർപ്പിക്കുക എന്ന് പറയും. അതായത് ഇണപ്പുടവ കൊടുക്കുക. അതൊന്നുമില്ല, 2 തോർത്ത് അത് ഒരുമിച്ച് ഇണയായിട്ട് ചേർത്ത് കെട്ടിയിട്ട് ഭഗവതിക്ക് കൊടുക്കുകയാണ്. എപ്പോഴും തിരുവാതിര നോമ്പിലെ പ്രത്യേകത പറയുന്നത് ഒറ്റ തോർത്ത് പാടില്ല, അത്ര ഇണ വെക്കണം എന്നാണ് പറയുക. ഒറ്റ തോർത്ത് അത് ദോഷമാണെന്ന്. അപ്പൊ ഇണപ്പുടവ എന്ന് വെച്ചാൽ 2 എണ്ണം കൂട്ടിക്കെട്ടി 2 ഇണകളായിട്ടുള്ള ഒരു ഇതിൽ കൂട്ടിക്കെട്ടിയതാണ് ഭഗവതിക്ക് സമർപ്പിക്കേണ്ടത്. അതേപോലെ തന്നെയാണ് പറ നിറയ്ക്കല്. അതിൽ തന്നെ നെല്ല്, മലര്, മഞ്ഞൾ എന്നീ പറകൾക്ക് വലിയ വിശേഷം ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭഗവതിക്ക് വേണ്ടിയിട്ട് തന്നെ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നത്, ഉമാമഹേശ്വര പൂജ നടത്തുന്നത് തിങ്കളാഴ്ച പോയിട്ട്, പ്രത്യേകിച്ച് ഇത് തിങ്കളാഴ്ച ചെയ്യുന്നത് കുറച്ചും കൂടി ഗുണം തരുന്നു എന്നാണ് പറയുന്നത്. തിങ്കളാഴ്ച ദിവസം, ഈ 12 ദിവസത്തിൽ ഒരു ദിവസം തിങ്കളാഴ്ച ഉണ്ടാവുമല്ലോ, അന്ന് കുറച്ചും കൂടി മംഗളമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അത് ഓർമ്മിപ്പിക്കൂ കേട്ടോ. നമസ്കാരം.